ഹലോ ഫ്രണ്ടുകളെ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. മൂന്ന് സിനിമയെ കുറിച്ചേ പറയാനുള്ളൂ. ഒന്ന് മരണമാസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിന്റെ ഒരു ലിറിക്കൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ചില്ലു നീ എന്ന് പറഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ടർ JK. ലൈക്ക് ലവ് ജെസ്സി, മരണമാസ്, LJ ഫോർ എവർ. ഇതിന്റെ പോസ്റ്റേഴ്സിൽ എഴുതിയിട്ടുള്ള കേട്ടോ. സിംഗേഴ്സ് രഘു, വിഷ്ണുദാസ്. ചിരിയാണോ ചിതയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഈ സിനിമ വളരെ പ്രതീക്ഷയോടെ തന്നെ ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. ഓൺലി ഒറ്റ പേര്, നമ്മുടെ ബേസിൽ ജോസഫ്. എന്താ അറിയില്ല, ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് എല്ലാവരും വെക്കുന്നത്. ഞാൻ എന്തായാലും ഒരു പക്ഷേ ഏറ്റവും ലാസ്റ്റ് കാണുന്ന സിനിമയായിരിക്കും ഇത്. കാരണം ആദ്യം ബസൂക്കിയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ ഗുഡ് ബാഡ് ആഗ്ലി, ഇതൊരു വൻ പടമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഏത് കാണുന്ന കൺഫ്യൂഷൻ ഒരു സംഭവമാണ് ആലപ്പുഴ ജിങ്കാന. അത് കഴിഞ്ഞല്ലോ ഓഫ് കോഴ്സ് സിനിമ കാണും, പക്ഷെ ലാസ്റ്റ് കാണാം എന്നാണ് ഇപ്പോൾ നിലവിൽ വിചാരിച്ചിട്ടുള്ളത്. ഇനി റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അതിനുശേഷം നല്ല സിനിമ ഇതാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം കാണുന്ന സിനിമ ഏതായിരിക്കും? നല്ല ചോദ്യം. നെക്സ്റ്റ്, ദിലീപിന്റെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ദി ഫാമിലി. ഇതുപോലെ തന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ദിലീപേട്ടന്റെ വരാനിരിക്കുന്ന സിനിമ തന്നെയാണ്. എന്തായാലും ദിലീപേട്ടൻ നായകനായിട്ട് വരുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ശരിക്കും ഒരു ഫാമിലി എന്റർടൈനർ ആവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻ സിനിമാസ് മെയ് 9 ചിത്രം റിലീസിനെത്തും. നല്ല ഗ്യാപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഈ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം 4 സിനിമയൊക്കെ വരുന്നത് ഭയങ്കര പൊട്ടത്തരായി പോയി. 4 അടുപ്പിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ ആലപ്പുഴ ജിങ്കാന, ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ് ഏത് കാണുന്നുള്ളത് കുറെ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിലിപ്പോ ഏതൊക്കെ കാണണ്ടേന്നുള്ളത്. അപ്പൊ 4 ചെറിയ ഗ്യാപ്പോ, ആദ്യം 2 പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് 2 അങ്ങനെയൊക്കെ ഇറക്കുകയാണെങ്കിൽ കാണുന്ന ആൾക്ക് ഒരു സമാധാനം ഉണ്ട്. ഇത് എത്ര പൈസ പൊട്ടിച്ച് എത്ര സിനിമ ഏതൊക്കെ ദിവസം കാണും? അടുപ്പിച്ചൊരു 4 ദിവസം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഒരാളൊക്കെയാണെങ്കിൽ പിന്നെയും കാണാം, ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 25 തുടരും വരുന്നത്. കറക്റ്റ് ടൈമാണ് അത്. നമ്മൾ നല്ല സമയം കിട്ടിയിട്ടാണ് നമ്മൾ തുടരും കാണാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയ് 9 പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതുപോലെ വേണം സിനിമ ഇറങ്ങാൻ എന്നാണ് തോന്നി. ഇപ്പൊ ആ സമയത്തേക്ക് വേറെ ഏതൊക്കെ പടം ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് കേട്ടോ. ഇറങ്ങി വരും, എല്ലാം കൂടെ അടുപ്പിച്ചായിരിക്കും അവസാനം. എന്തായാലും ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. ഏറ്റവും നല്ല സിനിമയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ബസൂക്ക. ഇന്നത്തെ താരം ബസൂക്ക. കാരണം ഇതിന്റെ രാവിലെ തന്നെ കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കുറെ മറ്റ് പോസ്റ്റേഴ്സ് ഒക്കെ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളിപ്പോ ഇതിന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ദിവ്യ പിള്ളയുടെ ക്യാരക്ടറിനെ വരെ വന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളതായിരുന്നു അർജുൻ രാമസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യുന്ന കഥാപാത്രം. അതൊരു പോലീസ് കഥാപാത്രമാണ്. 3 സ്റ്റാർ കാണുന്നുണ്ട്. SI ആണോ CI ആണോ ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് തോന്നുന്നു ഇനി അതുക്കും മേലെയാണോ? എന്തായാലും സിദ്ധാർത്ഥ് ഭരതൻ ആസ് അർജുൻ രാമസ്വാമി എന്നാണ് കൊടുത്തിട്ടുള്ളത്. 5 days more എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ് ജോവിറ്റ എന്ന് പറയുന്ന കഥാപാത്രം. ഐശ്വര്യ മേനോൻ ആസ് ജോവിറ്റ. 4 days to go. ഒരു പട്ടിനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന കുട്ടി, കൊള്ളാം, നല്ല കുട്ടി. അടുത്തത് കേരള അഡ്വാൻസ് ബുക്കിംഗ് ടുമോറോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇന്ന് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ഫ്രം 12 PM ടുഡേ. ആൻഡ് ലുക്ക്, ചുള്ളൻ. ഈ ഡ്രസ്സിൽ കുറെ സാധനം വന്നതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല. പക്ഷെ ഇയാൾ പറയിപ്പിക്കുകയാണ്, അമ്മരി പറയിപ്പിക്കുക. അത് കഴിഞ്ഞ് വേറൊരു പോസ്റ്റ് വന്നിട്ടുള്ളത്, ബസൂക്ക ഫൈനൽ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് ഡൺ എന്ന് പറഞ്ഞിട്ട് See you all on April 10 എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് വന്നിട്ടുള്ളത്. ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അറിയുന്ന ഏതൊക്കെ മുഖങ്ങളുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു മുഖവും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ കുറച്ചു മുമ്പ് ഒരു 6 മണിക്കൊക്കെ വന്നിട്ടുള്ള സാധനമാണ് 3 days to go എന്ന് പറഞ്ഞിട്ട് സണ്ണി വർഗീസ് കഥാപാത്രം ചെയ്തത് നമ്മുടെ സ്വന്തം ഹക്കീം ഷാജഹാൻ. സോ കയ്യിൽ തോക്കൊക്കെ പിടിച്ചുള്ള പരിപാടിയാണ് ഇത്. ഫുൾ വെടിവെപ്പ്, അടി, ഇടി. ഈ ഗെയിം ത്രില്ലർ ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടാവും. പോലീസ് കഥാപാത്രങ്ങൾ ഓഫ് കോഴ്സ് അവിടെ ഉണ്ട്. ബെഞ്ചമിൻ ആൻഡ് ടീം, നമ്മുടെ GVM ആൻഡ് ടീം, കുറച്ച് ആളുകളുണ്ട്. അതിലൊക്കെ പെട്ട ആളായിരിക്കും സിദ്ധാർത്ഥ് വർദ്ധനൊക്കെ. അതുപോലെ ഈ വില്ലൻ അല്ലെങ്കിൽ നായകന്റെ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ച് ആളുകൾ. വില്ലനാണോ നായകന്റെ ഗ്യാങ്ങിലാണോ എന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ കണ്ടറിയണം. അപ്പോൾ ഈ സണ്ണി വർഗീസ് എന്ന് പറഞ്ഞാൽ ഹക്കീം ഷാജഹാൻ ചെയ്യുന്ന കഥാപാത്രം. അതല്ലാതെ നമ്മുടെ പുള്ളിക്കാരുണ്ടല്ലോ, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരു വൻ പൊളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ ഇപ്പോഴും സിനിമയ്ക്ക് ഇവർ എന്തുകൊണ്ട് ഹൈപ്പ് കൊടുക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമുണ്ട്. നമുക്ക്
ഒരു പടത്തിന് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ്. ഇനി ഒരു ഹൈപ്പ് കൊടുത്ത് ഒരു 100 കോടിയൊക്കെ അട്ടിക്കണം. ഇങ്ങനെ ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ പടങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും പറയുന്ന പോലെ വല്ല ബിലാലൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണോ, ബോക്സ് ഓഫീസ് ചും ഒരൊറ്റ പോക്കായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ രേഖപ്പെടുത്തുക. ഈ 3 അപ്ഡേറ്റ് പറയാനുള്ളൂ. പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.